3 വർഷമായി നടന്നുവരുന്ന യുദ്ധമാണ്. യുക്രൈന്റെ ഭൂരിഭാഗവും തച്ച് തകർത്ത നിലയിൽ ഈ യുദ്ധത്തിൽ റഷ്യയുടെ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് യുദ്ധമായാലും അത് അതിവേഗം അല്ലെങ്കിൽ കഴിയുന്നത്ര വേഗത്തിൽ അവസാനിപ്പിക്കുക എന്നതാണ് സമാധാനം കാംക്ഷിക്കുന്ന ഓരോരുത്തരും കരുതുന്നത്, അതിനുവേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനിട ഉള്ള ഇടപെടലുകളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു നീക്കം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായാലും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടുന്നതാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ഇടപെടലുകൾ എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇന്നലെ അതിലെ പൊള്ളത്തരം കൂടുതൽ വ്യക്തമാവുകയായിരുന്നു. ട്രംപ് എന്ന ബിസിനസ്സുകാരന്റെ ലക്ഷ്യം യുക്രൈനിലെ ധാതു സമ്പത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്നു എന്നത് വെളിവാക്കുക കൂടിയായിരുന്നോ ഇന്നലത്തെ ചർച്ചകൾ? അല്ല, തീർച്ചയായിട്ടും ഇന്നലത്തെ ചർച്ചയിലെ കാര്യമായിട്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ധാതുക്കളുടെ 50%, ഇത് ഏകദേശം നമ്മൾ എണ്ണ സൗദി അറേബ്യയിൽ നിന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉണ്ടായ മാതിരി തന്നെ 50% മിനറൽസ്, പ്രത്യേകിച്ച് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മറ്റേനൊക്കെ ഉപയോഗിക്കുന്നതൊക്കെയാണ്. ആ മിനറൽസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ 50% എടുക്കും. മാത്രമല്ല, വേറെ കാര്യം ട്രംപ് പറഞ്ഞതെന്താ വെച്ചാൽ, നിങ്ങൾക്ക് എയ്ഡല്ല തന്നിട്ടുള്ളത്, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ലോണാണ്. പക്ഷെ ബിഡൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഞങ്ങൾ തന്നിട്ടുള്ളത് എയ്ഡാണെന്നുള്ളതാണ്. അപ്പൊ ഈ US എയ്ഡിനെ പറ്റി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കറിയാലോ, തർക്കം നടക്കണ്ടല്ലോ. US എയ്ഡ് കൊടുക്കണം ഇലക്ഷന് വേണ്ടിയിട്ടുണ്ട്. അത് ഇവർ തമ്മിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവർക്ക് കൊടുത്താണ്, കോൺഗ്രസിന് കൊടുത്താണ്, അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്താണ്, അല്ലെങ്കിൽ പിന്നെ BJP കൊടുത്താണെന്നൊക്കെ പറയാം. അപ്പൊ അമേരിക്ക ഇതില്. പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ആത്മാർത്ഥമായിട്ട് അമേരിക്ക ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ, ഈ വേൾഡ് ഇന്റർഫിയറൻസ്, വേൾഡ് പോലീസ്മാൻ, ഒരു കാലഘട്ടത്തിൽ അവർ ഇടപെട്ടിരുന്നത് ഈ കമ്മ്യൂണിസ്റ്റിനെതിരെ, കമ്മ്യൂണിസ്റ്റ് ഒതുക്കുക എന്നുള്ളതിൽ ആയിരുന്നു. പോട്ടെ, അതിപ്പോ കമ്മ്യൂണിസ്റ്റ് 2 ഐഡിയോളജിക്കലായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നതാണ്. ഇവിടെ ഇപ്പൊ നടക്കുന്നത് ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റും അല്ല. ഇവിടെ ഇപ്പൊ നടക്കുന്നത് ആദ്യം പോലീസ്മാനായി, ഇപ്പൊ ഒരു എക്കണോമിക് വാറാണ്, ഒരു സാമ്പത്തിക യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യക്കെതിരായിട്ടും സാമ്പത്തിക യുദ്ധം നടക്കുകയാണ്. എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള ഡ്യൂട്ടി, മനസ്സിലായി? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഡ്യൂട്ടി കുറക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വരുമ്പോൾ ഡ്യൂട്ടി കൂട്ടിക്കൊടുക്കുകയും ഒക്കെയാണ്. അത് ചൈന വരെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഇൻഡസ്ട്രിയൊക്കെ പൊളിഞ്ഞ് തരിപ്പണം. നമുക്കറിയാലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്ന അമേരിക്കൻ കാറുകൾ, ഉദാഹരണം ഷെവർലെ അല്ലെങ്കിൽ ഫോർഡ്, അതൊക്കെ ഇവിടെ നിന്ന് വരെ കെട്ടിയല്ലോ. ഡെട്രോയിഡ് സിറ്റിയൊക്കെ ഇപ്പൊ ഒരു ഗോസ്റ്റ് സിറ്റി ആയിരിക്കുകയാണ്. കാരണം ചൈനയൊക്കെ കംപ്ലീറ്റ് ഇതിന്റെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത് ബിഡനിൽ അതിന് മുമ്പ് തന്നെ എല്ലാ സാധനവും ഔട്ട്സോഴ്സ് ചെയ്യണം. ഇപ്പൊ നൈക്ക് ആയാലും അല്ലെങ്കിൽ അതുമാതിരിയുള്ള വേൾഡ് വൈഡ് പ്രോഡക്ട്സ് ഏതായാലും അത് ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ആദ്യം ജപ്പാനിൽ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ ജപ്പാൻ സ്വന്തം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അത് കൊറിയയിലോട്ട് മാറ്റി, കൊറിയ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അത് തായ്ലൻഡിലോട്ട് മാറ്റി, ഇപ്പൊ വിയറ്റ്നാമിലും അല്ലെങ്കിൽ ശ്രീലങ്കയിൽ വരെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അമേരിക്കയുടെ കാര്യം മാത്രം നോക്കി നടക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. രണ്ടാമത്തെ കാര്യം ഈ മൈഗ്രേഷൻ പ്രശ്നം. നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ട് ചങ്ങലക്കെട്ടുണ്ടെന്നൊക്കെ. ആരാണ് ഇവരോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്? എന്താ ഈ രാജ്യത്ത് നിന്നൂടെ? നമ്മളെല്ലാവരും ഈ രാജ്യത്തല്ലേ, ന്യൂസ് 18 ആങ്കർ അടക്കമുള്ളവരൊക്കെ നമ്മളൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഇവിടെ പൊരുതി ഇതായിട്ട് നിൽക്കുമ്പോൾ ഇല്ലീഗലായിട്ട് ഇമിഗ്രേഷൻ നടത്തിക്കൊണ്ടുവന്ന് നടത്തി. ഇനി അവരുടെ പോളിസി അതാണ്, അവരുടെ പോളിസി അതാണ്. അല്ലെങ്കിൽ ചില വെനിസ്വേല അതുമാതിരിയുള്ള ചില രാജ്യങ്ങൾ ചെയ്യണമാര് അവരെ പ്ലെയിൻ അയച്ചു കൊടുക്കണമായിരുന്നു. ഇവിടുന്ന് പ്ലെയിനൊന്നും അയച്ചു കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഒരു വലിയൊരു പ്രശ്നമാണ് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കണ മാതിരിയല്ല. ഞാൻ പറയട്ടെ, വല്ലപ്പോഴൊക്കെ ഞങ്ങളൊക്കെ അവിടെ പോകുന്നതാണ്, മനസ്സിലായി, കോൺഫറൻസും കാര്യമായിട്ടൊക്കെ. അവിടെ ഇപ്പൊ സാധനങ്ങളുടെ പേരിൽ പണ്ട് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വമായിട്ടാണ് നമ്മൾ അമേരിക്കയിലൊക്കെ പോയിരുന്നത്. കാരണം ഒരു ബർഗർ കഴിച്ചാൽ 100 റുപ്യയുടെ, ഇവിടെ ഒരു 100 റുപ്യ. ഇന്നൊരു ബർഗറാണ് അവിടെ ഒരു ക്രൈറ്റീരിയ വെക്കുന്നത്. കാരണം സാധാരണക്കാരൻ കഴിക്കുന്നത് ഈ ഹാംബർഗർ. ഈ ഹാംബർഗറിന് ഇന്നത്തെ വില ഏകദേശം 600 റുപ്യാണ് അവിടെ. ഇവിടെ 250 രൂപയാണ്. അപ്പൊ അങ്ങനെ ഓരോരോ ഐറ്റത്തിനെ സംബന്ധിച്ച് ഹോട്ടൽ മുറികളിൽ അടുത്ത എന്റെ മകനവിടെ പോയിരുന്നു. എന്റെ മകൻ പറഞ്ഞ് അമേരിക്കയിൽ കയറാൻ പോലും പറ്റില്ലെന്ന്, അത്രയും കോസ്റ്റ്ലി ആയിട്ടുണ്ട് ചെയ്ത്. അപ്പൊ ഇൻഫ്ലേഷൻ, സാമ്പത്തികമായിട്ടുള്ള ഇത് വന്ന് ഇൻഫ്ലേഷൻ ഭയങ്കരമായിട്ട് നാണയപ്പെരുപ്പം കൂടിയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പൊ തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപിനല്ലേ ഈ കാര്യങ്ങൾ അറിയുള്ളൂ. ട്രംപ് ഒരു അൾട്രാ നാഷണലിസ്റ്റാണ്, മോഡി ഒരു അൾട്രാ നാഷണലിസ്റ്റാണ്. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളും അൾട്രാ നാഷണലിസ്റ്റുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ വിളിക്കുക. പക്ഷെ അവർ നാഷണലിസം ഫോർ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ നമ്മുടെ
കോൾഡ് വാർ എറയിലുള്ള മാരത്തെ ഇത് കോൾഡ് വാർ എറയിൽ അപ്പുറത്തുണ്ടായിരുന്ന കുറെ രാജ്യങ്ങൾ, ഈ യുക്രൈനൊക്കെ അപ്പുറത്തുണ്ടായിരുന്നല്ലേ, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുള്ള യുക്രൈൻ ഇപ്പുറത്ത് വരികയും നമ്മൾ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം മാതിരിയുള്ള കുറെ റഷ്യക്കാർ അവിടെ ഉണ്ട്, കുറെ സിറ്റീസ് അവരെയാണ് അവർ ക്ലെയിം ചെയ്യുന്നു, അവർ തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു. അവർ തമ്മിലുള്ള പോരാട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച പപ്പടയിൽ പോകും യുക്രൈൻ. അത്രയ്ക്കാണ് യുക്രൈനെ കുറ്റം പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം അവരുടെ അടുത്ത് കൊടുത്താണ് അവർ അംഗീകരിച്ചത്. ന്യൂക്രൈനിലായിരുന്നു വലിയ, നമുക്ക് എന്റെ ഓർമ്മ ശരിയാണ്, കീവിലോ അവിടെയൊക്കെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു യുക്രൈന്റെ. അതെല്ലാം അവർ ഒരു ഉടമ്പടിയുടെ ബേസിസിൽ അവർ ഒഴിവാക്കി കൊടുത്തപ്പോൾ അവർ ഡിഫൻസ്ലെസ് ആണ്. യഥാർത്ഥത്തിൽ അവരുടെ അടുത്ത് ആകെ ഉണ്ടായിരുന്നത് സോവിയറ്റ് കാലഘട്ടത്തിൽ നമ്മുടെ അടുത്തുണ്ടായിരുന്ന MiG-21 മാതിരിയുള്ള വിമാനങ്ങളൊക്കെയാണ്. അതിന് പകരം നാറ്റോണ് യുദ്ധം ചെയ്യുന്നത്. അതെല്ലാം ഒരാഴ്ച കൊണ്ട് ഞാനും വിൻസെന്റ് മാസ്റ്ററുമാണ് ഞങ്ങൾ ആദ്യം കഴിഞ്ഞ യുദ്ധത്തിന്റെ സമയത്ത് ഇതേ ചാനലിൽ അല്ലെങ്കിൽ മറ്റൊരു ചാനലിൽ ഞങ്ങൾ വന്ന് ഞാൻ പ്രവചിച്ചെന്തറിയോ 7 ദിവസം കൊണ്ട് യുദ്ധം തീരുന്നു. ഇപ്പൊ 4ാമത്തെ കൊല്ലമായിട്ട് അതിൽ നമ്മൾ ഗസാല പറഞ്ഞ മാതിരിയായിപ്പോയി 7 ദിവസം. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് യുദ്ധത്തിന്റെയൊക്കെ ശൈലി മാറി. അവരിപ്പോ ഡ്രോണും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ നമുക്ക് ട്രംപിനെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന മാതിരി തന്നെ അതേമാതിരി തന്നെ അവരും ഇപ്പൊ അങ്ങനെയാണ്. അമേരിക്ക ഒരു എക്കണോമിക് പോളിസീസിൽ വലിയൊരു ഇത് വരുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് ആയിരക്കണക്കിന് അമേരിക്കക്കാർ മരിക്കണം, അല്ലെങ്കിൽ ഇറാഖിൽ പോയിട്ട് മരിക്കണം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പണ്ട് വിയറ്റ്നാമിൽ പോയിട്ട് മരിക്കണം. അതൊന്നും വേണ്ട. നമുക്ക് നമ്മളുടെ രാജ്യത്ത് മാത്രമുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഡോളർ ശക്തിപ്പെടുത്തണം. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ പെരുമാറ്റ രീതി മോശമാണെങ്കിലും there is a design behind it. അങ്ങനെ പെരുമാറിയത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഇറ്റ് ഷോസ് എ വിഡ്രോയൽ. അമേരിക്ക വാണ്ട്സ് ടു വിഡ്രോ ഫ്രം ദ യുക്രൈൻ വാർ. അതാണ് എന്റെ അഭിപ്രായം.